എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൊടുപുഴ പാല ഹൈവേയിലെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്. തൊടുപുഴ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ്. 13.5 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു 4 ബെഡ്റൂം വീടിന് 2200 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. 4 വലിയ ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ഹാളുകൾ, കിച്ചണും വർക്കേരിയയും വലിയൊരു കാർ പോർച്ചും ഒക്കെ നൽകിയിരിക്കുന്നു. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന വിശാലമായ മുറ്റമൊക്കെയാണ്. വീതിയേറെ ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു വീടിരിക്കുന്നത്. കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് മനോഹരമായ ഒരു പ്രകൃതിരമണീയമായ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഹൈവേയിലേക്ക് വെറും 300 മീറ്റർ മാത്രമേ ഉള്ളൂ. കുടിവെള്ളത്തിന് ഇവിടെ പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അപ്പം നല്ലൊരു ഏരിയയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീട്ടിൽ ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീട് തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ വളരെ അടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന വില 1,05,00,000 രൂപ. നമുക്ക് ഈ വീടിന്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. മനോഹരമായ ഡിസൈനിൽ ഒരു പണി കഴിപ്പിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത്. ഒരു മോഡേൺ ലുക്കുള്ള മനോഹരമായ വീട്, അതും നല്ല പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല ടാർ റോഡ് ഫ്രണ്ടേജിൽ കോമ്പൗണ്ട് വാളെല്ലാം കഴിഞ്ഞ് പണികൾ മുഴുവൻ പൂർത്തീകരിക്കുന്ന വീട്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളാണുള്ളത്. വീതിയേറിയ ടാർ റോഡ് ഫ്രണ്ടേജിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീതിയേറിയ ഗേറ്റാണ് നമ്മുടെ വീടിന് കൊടുത്തിട്ടുള്ളത്. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് വലിയൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാക്കി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയ SUV സെഡാൻ കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച്, കൂടാതെ 1-2 ടൂ വീലറും വെക്കാനുള്ള സ്പേസ് കൂടി കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ബോക്സുകൾ തിരിച്ച് ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാക്കി ഇതുപോലെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട്. വലിയ കാറുകൾ പാർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ EV കാറുകൾ ചാർജ് ചെയ്യാനുള്ള പവർ പോയിന്റ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് തേക്കും അനിലിയുമാണ്. വീടിൻ്റെ സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ ബോർഡറുകളിലും അതുപോലെ സ്റ്റെപ്പിലും ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. ഈ ഒരു സൈഡിൽ നമുക്ക് ഗാർഡനൊക്കെ ചെയ്യാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ ഡിസൈനിലാണ് ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഭിത്തിയിലൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ചെടികൾ വെച്ച് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വലിപ്പം. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കില്ലാത്ത മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണർ നമുക്കിവിടെയുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ ഹാളിൽ നിന്ന് പുറത്തേക്കൊരു പർഗോള കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായി നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് തിരിച്ചു കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അലക്കല്ലും ടാപ്പുമൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ പുറകുവശം. വീടിൻ്റെ ഓരോ മുക്കും മൂലയും വളരെ ഭംഗിയായിട്ട് ഇതുപോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെയുള്ള ചെടികൾ വെക്കാനായി പ്രത്യേകം സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണിത്. ഇവിടുത്തെ എല്ലാ വീടുകളും താമസം ആരംഭിച്ചു. തൊട്ടടുത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളും ബുക്കിംഗ് ആയി കഴിഞ്ഞു. ഈ ഒരു വീടാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ടെറസിൽ കൂടി ഒന്ന് കയറി നോക്കാം. ഇവിടെ പകുതി ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. ഹാളിലേക്ക് ലൈറ്റ് കിട്ടാവുന്ന പോലെ പർഗോള കൊടുത്തിട്ടുണ്ട്. സെറാമിക് ഓട് കൊണ്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡ്രസ്സ് വിരിച്ചിടാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഇവിടെ ഡോറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനുള്ള സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായി TV യൂണിറ്റിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വലിയ TVകൾ വെക്കാവുന്ന രീതിയിലുള്ള TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. താഴ്വശത്ത് സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നു.
ഇവിടെ നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. ഫാമിലി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. 3 ഫേസ് വയറിംഗ് ആണ് വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനടിവശത്ത് കബോർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഒരു ഭംഗിയേറിയ വാഷ് ബേസിനാണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളുകളാണ് വീടിൻ്റെ പ്രത്യേകത. ഈ ഒരു സൈഡിൽ പർഗോള കൂടി നൽകിയിരിക്കുന്നു. ഒരു നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലേക്ക് കിട്ടാവുന്ന പോലെ പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്കിനി കിച്ചണിലേക്ക് പോകാം. ഒരു മോഡുലർ കിച്ചൺ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ കിച്ചൺ വർക്കുകൾ, കബോർഡ് വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ്. വാട്ടർ പ്യൂരിഫയറൊക്കെ വെക്കണമെങ്കിൽ അതിനുള്ള ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സിങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴ്വശത്തൊക്കെ ധാരാളം കബോർഡുകളുണ്ട്. കിച്ചൺ റാക്കുകളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ലൊരു സ്പേസ്, അതുപോലെ പവർ പോയിൻറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ഒക്കെ വെക്കാനുള്ള സ്പേസൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ തട്ടായിട്ട് ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയ ഒരു കബോർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു നല്ല സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട്. ഫ്രണ്ടോട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഷ് വാഷറൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. ബെഡ്റൂമുകളിലെല്ലാം ഡോറുകൾ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളും ഭംഗിയേറിയ കബോർഡുകൾ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ 2 ഡോറോടുകൂടി വലിയൊരു കബോർഡ്, അതുപോലെ സൈഡിൽ വലിയ മിറർ, ഡ്രസ്സിംഗ് ടേബിളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഉൾവശം. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളിലും AC പോയിൻറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകൾക്കും വലിയ ജനലുകളുണ്ട്. അതുപോലെ ഇതിലൊരു വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. 3 ഡോറുള്ള വലിയ വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു. ഇവിടെ വലിയ മിററോട് കൂടി ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. സിംഗിൾ പീസ് വാൾ മൗണ്ടഡ് ക്ലോസറ്റുകളാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന വീടാണിത്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ വാർഡ്രോബുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും എല്ലാം നൽകിയിരിക്കുന്നു. ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. അതും ടൗണിൻ്റെ വളരെ അടുത്ത് തന്നെ, ടൗണിൻ ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത്, വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്ത് വറ്റാത്ത വെള്ളം ലഭിക്കുന്ന മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു കിണറാണുള്ളത്. നമുക്കൊരു 4 വീടുകൾക്കായി ഇവിടെ ഈ ഒരു പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. തൊടുപുഴ പാല ഹൈവേയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ വെറും 300 മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. തൊടുപുഴയിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ്. പാലയിലേക്ക് 18 കിലോമീറ്റർ ഒക്കെയാണ് ദൂരം. നല്ല സൗകര്യപ്രദമായ ഒരു സ്ഥലത്തിരിക്കുന്ന മനോഹരമായ വീട്. അതും ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ്. 2200 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 13.5 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീട് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ മുന്നിൽ കൂടി നല്ല വീതിയുള്ള ടാർ റോഡ് കൊടുത്തിരിക്കുന്നു. പറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണറാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 1,05,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഇതിന്റെ ലീഗൽ സർവീസുകളും അതുപോലെ ലോൺ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വീടിന്റെ ക്വാളിറ്റി ഒക്കെ ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.